അത്താണി മീനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നതായി NK സുധീർ. BJP-യിൽ ചേരുമെന്നും നേതാക്കളുമായി ചർച്ച നടത്തിയതായും സുധീർ. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും ഈ മാസം 17-ന് നടക്കും. 8 വർഷത്തിനു ശേഷമാണ് വടക്കുനാഥ ക്ഷേത്രത്തിൽ ഗജപൂജ സംഘടിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. ജൂണിൽ തൃശൂർ ജില്ലയിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ 6% കൂടുതൽ മഴ. എയ്യാലിലെ ലേബർ ക്യാമ്പിൽ യുവാക്കളുടെ പരാക്രമണം. തൊഴിലാളിക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയെയാണ് ആളുമാറി ആക്രമിച്ചത്. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപ വർദ്ധിച്ച് 72,520 രൂപയായി. ഇന്നും ഇന്നലെയുമായി പവന് വർദ്ധിച്ചത് 1,200 രൂപ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. അത്താണി മീനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ കവർച്ച. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷണം പോയി. കേരളത്ത് സ്കാഫോൾഡറിംഗ് എന്ന കമ്പനിയിലാണ് മോഷണം നടന്നത്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കമ്പനി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത്. കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഡൈകളാണ് മോഷണം പോയത്. കമ്പനിക്ക് പുറകിലെ മതിൽ തകർത്ത കമ്പിപ്പാരയും മറ്റും പരിസരത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കമ്പനി ഉടമ ഹാരിസ് പറയുന്നു. ഡിവിഷൻ കൗൺസിലർ ഉദയബാലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത കവർച്ചാ കേസിൽ CPM നേതാവിനെ പ്രതിചേർക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അന്നഗര സ്വദേശിയുടെ കാറും മൊബൈലും തട്ടിയെടുത്ത പരാതിയിൽ തെരുവത്ത് അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ KPCC അംഗം C. ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബുനൂസ് അധ്യക്ഷത വഹിച്ചു. KP ഉദയൻ, ഷിഹാബ് മണത്തല, C. സൂരജ്, KV സത്താർ, HM നൌഫൽ, ബേബി ഫ്രാൻസിസ്, ബീന രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് NK സുധീർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവറിനെ ഇനി UDF-ലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ടുതന്നെ ദുർബല വിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൻവറിന്റെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത്. അൻവർ പാവപ്പെട്ടവരോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. താൻ BJP-യിൽ ചേരുമെന്നും BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും സുധീർ പറഞ്ഞു. ഒരു ഓഫറുമില്ല, ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് ഞാൻ BJP-യിൽ ചേരുന്നത്. ഈ BJP-യുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്നതാണ്. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മുടെ രാജ്യത്തെ തളർത്തുകയാണ്. ഈ സമയത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് യുണൈറ്റഡായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ നൽകേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞ പ്രതികരണം എന്തായിരുന്നു? സംസ്ഥാനം അങ്ങനെ എനിക്ക് BJP ചേരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും അനുകൂല നിലപാടാണ് അവരുടെ എടുത്തിട്ടുള്ളത്. ഈ അമിത്ഷാ വരുമ്പോൾ ഈ 13-ാം തീയതി അമിത്ഷാ വരുന്നുണ്ട്, അന്ന് ചേരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ 13-ാം തീയതി മിക്കവാറും മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. 13-ാം തീയതി അത് അമിത്ഷായുടെ കയ്യിൽ നിന്നാണോ? മിക്കവാറും അമിത്ഷായുടെ കയ്യിൽ നിന്നായിരിക്കും. പിന്നെ ഇനി കോൺഗ്രസ് തിരിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നില്ല? ഇല്ല, കോൺഗ്രസ് ഒക്കെ അടഞ്ഞ അധ്യായമാണ്. അല്ല, നിങ്ങൾക്ക് UDF-ലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ഒരാൾ പിന്നെ BJP-യിലേക്കല്ലല്ലോ പോവുക, കോൺഗ്രസിലേക്കല്ല തിരിച്ചു പോവാം. പ്രസക്തി നഷ്ടപ്പെടുന്നു കോൺഗ്രസിന്റെ.
അല്ല, അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് UDF-ലേക്ക് തിരിച്ചു പോകണമായിരുന്നു ആഗ്രഹം. അത് നടക്കാതെ ഇപ്പൊ വിട്ടു. പക്ഷെ അങ്ങനെ വെച്ച് നേരെ കോൺഗ്രസിലല്ലേ ചേരുന്നത്? ഒരിക്കലുമില്ല. കോൺഗ്രസ് ഒക്കെ ശരിക്കും ഇപ്പൊ ഒരു പിന്നെ അടഞ്ഞ അധ്യായം മാറിയാണ്. കാരണം ഒരു വികസന പ്രവർത്തന കാര്യങ്ങൾ നേതൃത്വം നൽകാൻ അവർ കഴിയുന്നില്ല. ഈ സതീശൻ പറയും 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്. എവിടെ നിന്ന് 100 സീറ്റ് കിട്ടും? ഈ അൻവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നിലമ്പൂർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചേനെ. 65,000-ലധികം വോട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അവർ ജയിച്ചത് എത്ര? 10-15 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഒരു 5,000 വോട്ട് അൻവർ മറിച്ചിരുന്നെങ്കിൽ അവിടെ LDF ജയിക്കുമായിരുന്നു. അടുത്ത നിയമസഭാ സംവിധാനത്തിൽ തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും ഈ മാസം 17-ന് നടക്കും. 8 വർഷത്തിനു ശേഷമാണ് വിപുലമായി ഗജപൂജ സംഘടിപ്പിക്കുന്നതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി അറിയിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും ഗജപൂജയ്ക്കൊപ്പം നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 വർഷത്തിനു ശേഷം ഗജപൂജ വിപുലമായി സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. 60-ൽ പരം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നാളികേരത്തിന്റെ ലഭ്യതയും തയ്യാറെടുപ്പിനുള്ള സമയക്കുറവും നേരിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഉപദേശക സമിതി ഭാരവാഹികൾ പറയുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചത്. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും പുതുമുഖങ്ങളുമാണ്. എന്നിരുന്നാലും പൊതുജനങ്ങളുടെയും വിശ്വാസികളുടെയും ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ മികച്ച രീതിയിൽ തന്നെ ആനയൂട്ട് നടത്താനാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KK രാമൻ, സെക്രട്ടറി KA മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് നവനീത് കൃഷ്ണ, ഉഷാനന്ദനി, KV ഷാജി എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. വടക്കൻ കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മറ്റു ജില്ലകളിൽ മിതമായ മഴ ലഭിക്കും. ശനിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷത്തിൽ ജില്ലയിൽ ഇതുവരെ 1214 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജൂണിൽ 797.56 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 6% മഴയാണ് കൂടുതൽ ലഭിച്ചത്. കനത്ത മഴയിൽ ഇതുവരെ 281 വീടുകൾ തകർന്നു. 9 വീടുകൾ പൂർണ്ണമായും 272 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. പീച്ചിയിൽ 76.41 മീറ്ററും ചിമ്മിനിയിൽ 71.35 മീറ്ററും വാഴാനിയിൽ 57.44 മീറ്ററും പെരിങ്ങൽകുത്തിൽ 424 മീറ്ററുമാണ് ജലനിരപ്പ്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന എയ്യാലിലെ ലേബർ ക്യാമ്പിൽ കയറി ഒരു കൂട്ടം യുവാക്കൾ ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കാറിലെത്തിയ യുവാക്കളുടെ ആക്രമണത്തിൽ ലേബർ ക്യാമ്പിലെ മലയാളി തൊഴിലാളി സുരേഷിനെ തലയ്ക്ക് പരിക്കേറ്റു. ആളുമാറി ആക്രമണം നടത്തിയതാണെന്ന് യുവാക്കൾ പിന്നീട് പറഞ്ഞു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പട്ടിക്കരയിൽ വെച്ച് പിക്കപ്പ് വാഹനം ബൈക്കുകാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും നിർത്താതെ പോകുകയും ചെയ്തിരുന്നു. ഈ പിക്കപ്പ് വാഹനം പിന്തുടർന്ന് കാറിലെത്തിയ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. എയ്യാലിലെ റോഡ് നിർമ്മാണ തൊഴിലാളികളുടെ ലേബർ ക്യാമ്പിൽ പിക്കപ്പ് വാഹനം കിടക്കുന്നത് കണ്ട യുവാക്കൾ ഈ വാഹനമാണ് ഇടിച്ചിട്ട് നിർത്താതെ പോയതെന്ന് തെറ്റിദ്ധരിക്കുകയും ക്യാമ്പിൽ കയറി വാഹനത്തിന്റെ ഡ്രൈവർ സുരേഷിനെ ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് ആക്രമിക്കുകയും ആയിരുന്നു. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപയാണ് ഉയർന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 72,520 രൂപയാണ്. ഇന്നലെ പവന് 840 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 72,000 കടന്നിരുന്നു. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 9,065 രൂപയായി. 3,200 രൂപയോളം കുറഞ്ഞ ശേഷമാണ് വില വർധന. ഇന്നലെയും ഇന്നുമായി 1,200 രൂപയാണ് പവന് വർദ്ധിച്ചത്. കളഞ്ഞുകിട്ടിയ 5,000 രൂപയും രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ നൽകി മാതൃകയായി കേരള വിഷൻ ജീവനക്കാരൻ. കേരള വിഷനിലെ ജീവനക്കാരൻ ചെമ്പൂത്ര സ്വദേശി കൃഷ്ണകുമാറിനാണ് കഴിഞ്ഞ ദിവസം റോഡിൽ നിന്ന് പേഴ്സ് കളഞ്ഞു കിട്ടിയത്. തെക്കുംപാടം സ്വദേശിയും റിട്ടയേർഡ് KICB ജീവനക്കാരനുമായ
വിജയന്റെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൃഷ്ണകുമാർ വിജയനെ പേഴ്സ് തിരികെ നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷമാണ് സൂപ്രണ്ട് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട VSന്റെ ആരോഗ്യനില അതേ സ്ഥിതിയിൽ തുടരുന്നുവെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചത്. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ തെരുവുനായ ആക്രമിച്ചു. തെരുവുനായയ്ക്ക് പേവിഷബാധയുള്ളതായി സംശയം. കുന്നംകുളം നഗരസഭ മുൻ കൗൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് കാണിപ്പയ്യൂർ സ്വദേശി 65 വയസ്സുള്ള ശശികുമാറിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന ശശികുമാറിനെ തെരുവുനായ ഓടിയെത്തി കൈയിൽ കടിക്കുകയായിരുന്നു. ശശികുമാർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമകാരിയായ തെരുവുനായ മേഖലയിലെ മറ്റു തെരുവുനായ്ക്കളെ ആക്രമിച്ചതായും നാട്ടുകാർ പറഞ്ഞു. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. KLDC ബണ്ടിന് സമീപമുള്ള റോഡിലാണ് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളിലാക്കി രാത്രിയിൽ തള്ളുന്നത്. ചില ദിവസങ്ങളിൽ ദുർഗന്ധം മൂലം ഇതിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പ്രഭാത സവാരിക്കിറങ്ങുന്ന ആളുകളും ഇതുമൂലം ദുരിതമനുഭവിക്കുന്നു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് കുറ്റക്കാർക്ക് പിഴ ചുമത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാഞ്ഞാണി പെരുമ്പുഴ പാതയോരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്ന സംഘത്തിന്റെ 2 ടാങ്കർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മനക്കുടി പ്രദേശത്ത് മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ 2 ലോറികൾ അന്തിക്കാട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിൽ ഒരു ലോറിയാണ് പെരുമ്പുഴ പാടത്ത് മാലിന്യം തട്ടിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനക്കുടി സ്വദേശി യദു കൃഷ്ണൻ, അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ലോറി ഉടമയിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അറിയിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തേക്ക് ശുചിമുറി മാലിന്യം തള്ളിയ ലോറി ആംബുലൻസ് പ്രവർത്തകർ പിന്തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തിയത് TCV വാർത്ത നൽകിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ PWD റോഡിലെ കുഴി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വാഹനത്തിരക്കേറിയ ഓൾഡ് NH റോഡിൽ വടക്കേ നടയിലാണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ ബൈപ്പാസ് ഒഴിവാക്കി നഗരത്തിലൂടെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത്. അതുകൊണ്ടുതന്നെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലധികമായി റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കുഴി ഏറെ ഭീഷണിയായി മാറിയിട്ടുള്ളത്. 3-4 മാസത്തോളായിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ വേണം ഓരോരുത്തരെ പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പഠിക്കും. ഞങ്ങൾക്ക് ഡ്രൈവർമാരാണ്. ഒരു പ്രാവശ്യം വന്നവർ അടച്ചു പോയി, ആ മഴയത്ത് വെള്ളത്തിൽ അടച്ചു പോകും. പിന്നെ 2 ദിവസം പിന്നെയും പൊളിക്കുകയാണ്. പിന്നെ ശാശ്വത പരിഹാരം PWD ഉണ്ടാവണം. നേരത്തെ നാഷണൽ ഹൈവേ ആയിരുന്ന റോഡ് ഇപ്പോൾ PWDയുടെ കീഴിലാണുള്ളത്. അധികൃതർ കാണാത്ത ഭാവം തുടരുമ്പോൾ നടുറോഡിലെ വലിയ കുഴി നാട്ടുകാർക്ക് ചതിക്കുഴിയാവുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ കർഷക സംരക്ഷണ സമിതി ധർണ നടത്തി. പുല്ലഴി കോൾപ്പടവിലെ കൊയ്ത്തു കഴിഞ്ഞ് 3 മാസമായിട്ടും നെല്ലിന്റെ വില ലഭിക്കാനുള്ള നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചും സംഘത്തിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും വിജിലൻസ് അന്വേഷിക്കുക, സംഘം ഭരണസമിതി രാജിവെക്കുക, അമിതമായി ഈടാക്കിയ എഞ്ചിൻ കൂലിയും നടീൽ കൂലിയും കർഷകർക്ക് തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷക സമിതി ഉന്നയിച്ചിരുന്നു. പുല്ലഴി കോൾപ്പടവ് സംരക്ഷണ സമിതി രക്ഷാധികാരിയും കൗൺസിലറുമായ K. രാമനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ലീലാകാരൻ തീയാടി അധ്യക്ഷത വഹിച്ചു. വിനോദ് പൊറ്റേക്കാട്ട്, KV ശ്രീനിവാസൻ, KD ജോയ്, ചന്ദ്രൻ ആലാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മട്ടത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിര കേന്ദ്രമായ കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി. ടാക്സി സ്റ്റാൻഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വനിതാ ജിംനേഷ്യം, പൊതു ടോയ്ലറ്റ്, മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളക്കെട്ട് പരിഹരിച്ച് രോഗം പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ചെളിവെള്ളത്തിലിറങ്ങി നിന്ന് സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജു ആൻഡോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജിൽ ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി KA ഹനീഫ, ബൂത്ത് പ്രസിഡന്റ്
സിബി വാസുപുരം, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു. മരത്താക്കര CJMUP സ്കൂളിൽ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പൊതുപ്രവർത്തകൻ അലോഷ്യസ് കുറ്റിക്കാട്ട് ക്ലാസ് എടുത്തു. ഹെഡ്മിസ്ട്രസ് VK കവിത, അധ്യാപകൻ ബെന്നി C ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മഴ പെയ്ത് പാടശേഖരങ്ങൾ ജലസമൃദ്ധമായതോടെ കടവല്ലൂർ മേഖലയിൽ വിരിപ്പ് കൃഷി തുടങ്ങി. കൊരട്ടിക്കര, ഒറ്റപ്പിലാവ് തുടങ്ങിയ പാടങ്ങളിൽ 10 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ വിരിപ്പ് ഇറക്കുക. പതിവിൽ നിന്നും വ്യത്യസ്തമായി മിക്ക സ്ഥലത്തും നടിയിലാണ് നടത്തുന്നത്. ഇതിനുള്ള ഞാറ്റടികൾ തയ്യാറാക്കിയിരുന്നു. വിരിപ്പിന് വിതയ്ക്കലാണ് പതിവ്. ഇത്തവണ ഉണ്ടായ അതിവർഷമാണ് കൃഷിരീതി മാറ്റാൻ കാരണമായത്. നടിയിൽ കൂലിച്ചെലവ് കൂട്ടുമെങ്കിലും വളർച്ച വേഗത്തിലാക്കുമെന്ന് കർഷകർ പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന മഴയുടെ തോത് ഇത്തവണത്തെ കൃഷിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. എന്നാൽ അമിത മഴ വിരിപ്പിന് ആപത്താണ്. നെല്ലുമുളച്ച് ഉയരം വരുന്നതിനു മുൻപ് പാടത്ത് വെള്ളക്കെട്ടുണ്ടായാൽ കൃഷി നശിക്കും. മുണ്ടകന് നൽകുന്ന പോലെ വിരിപ്പിന് കൃഷിവകുപ്പ് സൗജന്യമായി വിത്ത് നൽകുന്നില്ല. കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കർഷകർ നേരിട്ടാണ് വിത്ത് വാങ്ങുന്നത്. 850 ഏക്കർ നെൽവയലും 500ഓളം നെൽകർഷകരുമുള്ള കടവല്ലൂരിൽ ചെറിയ ശതമാനം മാത്രമാണ് വിരിപ്പു കൃഷിക്ക് തയ്യാറാകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കടവല്ലൂരിലെ കർഷകർ വിരിപ്പു കൃഷിയിൽ നിന്നും പിൻവാങ്ങിയത്. വെള്ളക്കെട്ടും കണ്ടങ്ങളിൽ വൻതോതിൽ വളരുന്ന പുല്ലുകളുമാണ് പ്രധാന ഭീഷണി. വിരിപ്പ് കൊയ്ത നെല്ല് കൃത്യമായി സംഭരിക്കാത്തതും തിരിച്ചടിയാണ്. മഴക്കാലമായതിനാൽ നെല്ല് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അധിക ചെലവ് വരും. ഇതെല്ലാം വിരിപ്പു കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി. TCV ന്യൂസ്, കുന്നംകുളം. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പ്രതിഭാ പുരസ്കാര സമർപ്പണവും PTA ജനറൽ ബോഡി യോഗവും നടന്നു. CMC എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. അധ്യാപക പ്രതിനിധി മിനു, പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി, മദർ സുപ്പീരിയർ സിസ്റ്റർ ഹൃദ്യ, ഫാദർ ജിയോ ചെരടായി, MPTA പ്രസിഡന്റ് KP പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള കവാടവും ചുറ്റുമതിലും നിർമ്മിച്ചത്. വേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, പ്രധാനാധ്യാപിക KL ഷീജ, മുൻ പ്രധാനാധ്യാപിക TK രാജി, PTA പ്രസിഡന്റ് TJ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗീതത്തിന്റെ സമഗ്രതയെ സ്വരപ്പെടുത്തിയ അതുല്യ പ്രതിഭ MG രാധാകൃഷ്ണൻ ഓർമ്മയായി വരികളിലൂടെ ശബ്ദത്തിലൂടെ മലയാളി മനസ്സുകളെ തൊട്ടുണർത്തിയ പ്രതിഭാസം. 1962 ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയാണ് MG രാധാകൃഷ്ണൻ സംഗീത ലോകത്ത് സാന്നിധ്യം അറിയിച്ചത്. തുടർന്ന് അരവിന്ദന്റെ തമ്പിലൂടെ സിനിമാ സംഗീത ലോകത്തേക്ക് കാലുറപ്പിച്ചു. ദേവാസുരം, സർവകലാശാല, മണിച്ചിത്രത്താഴ്, മിഥുനം, കണ്ണെഴുതി പൊട്ടുംതൊട്ട്, രക്തസാക്ഷികൾ സിന്ദാബാദ്, അദ്വൈതം, അഗ്നിദേവൻ, വെള്ളാനകളുടെ നാട്, അനന്തഭദ്രം, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരുപിടി ചിത്രങ്ങൾ ഇന്നും മലയാളി മനസ്സുകൾക്ക് ഹൃദയസ്ഥം. സംഗീത ലോകത്ത് അദ്ദേഹം ബാക്കിവെച്ച ശൂന്യത ഇന്ന് TCV.
പറപ്പൂർ നാഗത്താൻകാവ് ശ്രീ നാഗരാജ വാസുകി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. 5, 6 തീയതികളിൽ 10ഓളം വരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ സുഹൃത ഹോമം, വേദമുറ ജപം, വാരമിരിക്കൽ എന്നിവ നടക്കും. 7-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ മനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധികലശവും തുടർന്ന് വിശേഷാൽ പൂജകളോടുകൂടി പ്രതിഷ്ഠാദിന ആഘോഷവും നടക്കും. തുടർന്ന് പ്രസാദ ഊട്ടും വൈകിട്ട് 5 മുതൽ സർപ്പക്കാവ് തന്ത്രി ബ്രഹ്മശ്രീ പാതിരിക്കുന്നത്ത് മനയ്ക്കൽ കൃഷ്ണകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലിയും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ഈ മാസം 8-ന് നടത്തുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ പ്രചരണാർത്ഥം തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. AKCA സംസ്ഥാന സെക്രട്ടറി KK കബീർ ഉദ്ഘാടനം നിർവഹിച്ചു. വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ്, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജീജൻ മത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ നാളെ വൈകിട്ട് ചാലക്കുടിയിൽ സമാപിക്കും. ലഹരി വിമുക്ത പെരിഞ്ഞനം എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രത കുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജുക്കുട്ടൻ, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി തുടങ്ങിയവർ പങ്കെടുത്തു. അനുകൂലമായ ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മൾക്ക് ഏറ്റവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ഇന്ത്യക്കാരൻ ശുഭാം ശുക്ലയോട് സംസാരിക്കാൻ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി ഭഗത് ചന്ദ്രയ്ക്ക് അവസരം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുട്ടഞ്ചേരി സ്വദേശി ഡോക്ടർ VC ബിനോജിന്റെയും ദിവ്യയുടെയും മകനാണ് ഭഗത് ചന്ദ്ര. നാളെ തിരുവനന്തപുരം VSSCയിൽ നടക്കുന്ന ഏകദിന സംവാദത്തിൽ ശുഭാംശു ശുക്ല കുട്ടികളോട് സംവദിക്കും. തൃശൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത 10 കുട്ടികളിൽ ഒരാളായാണ് ഭഗത് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് സംവാദത്തിൽ ഏർപ്പെടുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭഗത് ചന്ദ്ര. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനവും ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ വായനാശാല സന്ദർശനവും സംഘടിപ്പിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EH സഹീർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, ഗ്രന്ഥശാല മട്ടത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി ഷാജു കാവുങ്ങൽ, ഷീന എന്നിവർ സംസാരിച്ചു. KU ബിജു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പുഷ്പാർച്ചന നടന്നു. ലോകമലേശ്വരത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, PKS ജില്ലാ പ്രസിഡന്റ് KV രാജേഷ്, CPM ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി, KK അബീദ് അലി, KP രാജൻ, TK ഗീത എന്നിവർ പങ്കെടുത്തു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ പോരാട്ടത്തിൻ നാളുകളെ ഇല്ലതകാവ് മരിക്കുന്നില്ല. രക്തസാക്ഷികൾ സിന്ദാബാദ്.
എടക്കഴിയൂർ SSMVHS സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. SPC ഗുരുവായൂർ ANO സബ് ഇൻസ്പെക്ടർ ശ്രീജി വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ സജിത്ത്, പോലീസ് ഉദ്യോഗസ്ഥരായ DI അഞ്ജലി, PK സിറാജുദ്ദീൻ, PM ഷാജിന തുടങ്ങിയവർ പങ്കെടുത്തു. മുരിയാട് പള്ളിക്ക് സമീപം ക്രെയിനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റു. മുരിയാട് സ്വദേശി സാലിക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചേർന്ന് ഇരിങ്ങാലക്കുടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വല്ലക്കുന്ന് ഭാഗത്തേക്ക് പോയിരുന്ന ക്രെയിനിൽ എതിരെ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ബ്രേക്കിന് തകരാർ സംഭവിച്ച ക്രെയിൻ അപകടത്തിൽ മറിഞ്ഞു. ക്രെയിൻ ഓപ്പറേറ്റർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിന് കുറുകെ ക്രെയിൻ മറിഞ്ഞതോടെ മുരിയാട് നെല്ലായി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും ആളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കേരള വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ വിഭാഗം വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ജില്ലാതല ബോധവൽക്കരണ പരിപാടി തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V സുഭാഷ്, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ PK സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേര പദ്ധതി നിർവഹണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ബോധവൽക്കരണ ശില്പശാല P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടന്ന ശില്പശാലയിൽ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷയായിരുന്നു. കേരള പ്രൊജക്ട് റീജിയണൽ ഡയറക്ടർ P ഉണ്ണിരാജൻ, ഡോക്ടർ ബിനു P ബോണി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ തുടങ്ങിയവർ സംസാരിച്ചു. CITU തിച്ചൂർ ചേളൂർ യൂണിറ്റിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളി VK ലക്ഷ്മണനെ യൂണിയൻ സ്നേഹാദരവ് നൽകി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KK മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, CPM വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രതി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ ക്ഷേമ ബോർഡിനും ക്ഷേമ പദ്ധതിക്കും രണ്ട് വ്യത്യാസം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരള കോൺഗ്രസിന്റെ ദ്വിദിന ജില്ലാ ക്യാമ്പ് ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കുന്ന സെമിനാർ ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന സംഘടനാ ചർച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജനറൽ ജോയ് അബ്രഹാമും ക്യാമ്പിന്റെ ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLAയും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി എന്നിവർ പങ്കെടുത്തു. BLM ചേലക്കര ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യലും യോഗ ക്ലാസും സംഘടിപ്പിച്ചു. യോഗാചാര്യൻ ആർട്ട് ഓഫ് ലിവിംഗ് സുധീർ കൃഷ്ണ മച്ചാട് യോഗ ക്ലാസ് എടുത്തു. പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക ഉഷ നിർവഹിച്ചു. HLP സ്കൂൾ അധ്യാപികമാരായ ശ്രീജ, രേഖ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ LICയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു. പുതിയ പോളിസി പരിഷ്കാരങ്ങളും കമ്മീഷൻ വെട്ടിച്ചുരുക്കിയതും ഏജന്റുമാരെ പ്രയാസത്തിലാക്കി. ഏജന്റുമാരുടെ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കിയുള്ള നയമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. വെള്ളിയാഴ്ച വടക്കാഞ്ചേരിയിൽ നടക്കുന്ന സംഘടനയുടെ 7ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റലപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലയിലെ 7 ബ്രാഞ്ചുകളിൽ നിന്നായി 150ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഫിജി മോഹൻദാസ്, സെക്രട്ടറി വത്സൻ മാളിയേക്കൽ, PS ഷെനിൽ, KC പോൾസൺ,
VT ജോസ് എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സൂംബ ഡാൻസ് സംഘടിപ്പിച്ചു. അധ്യാപിക അനുവിന്റെ നേതൃത്വത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സൂംബ ഡാൻസിൽ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ടെൻഷനൊന്നും വേണ്ട, ഞങ്ങൾക്ക് വീഡിയോ കിട്ടുന്നില്ല നിങ്ങളുടെ. തിരുവില്ലാമല കുത്താമ്പുള്ളി തെരുവിലെ ആൾതാമസമില്ലാത്ത പഴയ വീട് വഴിയാത്രികർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി മാറുന്നു. കുത്താമ്പുള്ളി തെരുവിലെ റോഡ് സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള വീടാണ് സൈഡിടിഞ്ഞ് റോഡിലേക്ക് മണ്ണ് വീണ് വാഹനങ്ങൾക്ക് കടന്നുപോകാനാകാത്ത സ്ഥിതിയിലുള്ളത്. വീടിന്റെ മുകളിൽ നിന്നും ഓടുകൾ സമീപത്തുള്ള വീട്ടിലേക്കും റോഡിലേക്കും വീഴുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തിരുവില്ലാമല പഞ്ചായത്തിലും പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. KSSPU തെക്കുംകര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം തോമസ് M. മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുള്ള, MN കൃഷ്ണൻകുട്ടി, ഏലിയാമ്മ ടീച്ചർ, ജോസ് ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ മെമ്പർമാർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകി. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി ആദരം നിർവഹിച്ചു. സെന്റ് റാഫേൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഡോക്ടർമാർക്ക് പൂച്ചെണ്ടുകൾ നൽകി. ഭൗതിക സാഹചര്യത്തിലും അധ്യാപക മികവിലും മുൻപിലുള്ള ഐരാണിക്കുളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെ യാത്രാ സൗകര്യമില്ലെന്ന കാരണത്താൽ കൈവിടാതിരിക്കാൻ കുഴൂർ പഞ്ചായത്ത് ഒരുക്കിയ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നു. സ്കൂളിനെ മാത്രമല്ല കുഴൂർ പഞ്ചായത്തിലെ യാത്രക്കാർക്ക് ആശ്വാസമായി മാറുന്ന നിലയിലാണ് വ്യാഴാഴ്ച മുതൽ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നത്. KSRTCയുടെ ഒരു ബസ്സാണ് കുഴൂർ പഞ്ചായത്ത് ഏറ്റെടുത്തത്. ഇതിനായി 1 ലക്ഷം രൂപ പഞ്ചായത്ത് ഒരു മാസം മുൻപ് KSRTCയിൽ അടച്ച് കരാർ ഒപ്പിട്ടു. 3 വർഷത്തേക്ക് മുടങ്ങാതെ സർവീസ് നടത്താമെന്നാണ് കരാർ. 1 ലിറ്റർ ഡീസലിന് 4 കിലോമീറ്റർ എന്ന നിലയിൽ ഒരു ദിവസം 182 കിലോമീറ്ററാണ് സർവീസ് നടത്തുക. ഈ തുക പഞ്ചായത്ത് KSRTCക്ക് നൽകണം. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് തുക കണ്ടെത്തുക. ഒരു വർഷം 16.5 ലക്ഷത്തോളം രൂപയായിരിക്കും ഗ്രാമവണ്ടിക്കായി ചെലവഴിക്കുന്നത്. ഇതിനു പുറമെ ബസ് നിരക്കും KSRTCക്ക് ലഭിക്കും. കുഴൂർ പഞ്ചായത്തിന് പുറമെ അന്നമനട, മാള, എറണാകുളം ജില്ലയിലെ പാറക്കടവ് എന്നിവിടങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തും. ബസിന്റെ പുറത്തും TV സ്ക്രീനിലും പഞ്ചായത്തിന് പരസ്യം ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഈ പരസ്യത്തിന്റെ വരുമാനം മാത്രമായിരിക്കും പഞ്ചായത്തിന് ലഭിക്കുക. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബസ് സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളില്ലാതെ +1 സീറ്റുകൾ പകുതിയിലധികം ഒഴിഞ്ഞുകിടക്കുകയാണ്. തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഗ്രാമവണ്ടി എന്ന ആശയം ഏറ്റെടുത്തത്. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഒട്ടനവധി ഗ്രാമവാസികൾ യാത്രാക്ലേശത്തെക്കുറിച്ച് പഞ്ചായത്തിൽ സൂചിപ്പിക്കുകയും അതിനെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും ഐരാണിക്കുളം ആശുപത്രിയിൽ പോകുന്ന നിർധനരായവരുടെ യാത്രാക്ലേശത്തെക്കുറിച്ച് ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗ്രാമവണ്ടിയെക്കുറിച്ച് പഞ്ചായത്ത് ആലോചിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ആലോചിക്കുകയും കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ മാസം 1.25 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നുള്ള കണക്കൂട്ടലോടെയായിട്ടാണ് ഗ്രാമവണ്ടി നമ്മൾ കമ്മിറ്റി തീരുമാനം എടുത്ത് പദ്ധതി വെച്ച് KSRTC അറിയിക്കുകയും KSRTC ഇപ്പോൾ നമുക്ക് ഗ്രാമവണ്ടി അനുവദിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പണമടച്ചിട്ടും KSRTCയിൽ നിന്ന് കാലതാമസം നേരിട്ടതാണ് സർവീസ് വൈകാനിടയാക്കിയത്. 40 യാത്രക്കാർക്കുള്ള സീറ്റാണ് ഈ സാധാരണ ബസ്സിലുള്ളത്. TCV ന്യൂസ്, മാള. ഇപ്പോൾ കിട്ടിയത് കനത്ത മഴയെ തുടർന്ന് മരത്തംകോട് കിടങ്ങൂരിൽ നിർമ്മാണത്തിലിരുന്ന ഇരുനില വീട് തകർന്നു വീണു. നാറാണത്ത് ഫൈസലിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ശക്തമായ മഴയിൽ ഭൂമി താഴ്ന്നതുമൂലം തറ ഇരുന്നതാകാമെന്നാണ് നിഗമനം.
കുഴൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി. ബിജി വിൽസൺ, സണ്ണി കൂട്ടാല, PS സന്തോഷ് കുമാർ, സേതുമോൻ ചിറ്റേത്ത്, നന്ദിത വിനോദ്, പ്രിയ ലിയോ, കൃഷി ഓഫീസർ K അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ J നയന താര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്ത ഈ മാസം 5-ന് സമാപിക്കും. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം വർക്കി അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാള വിഭാഗം അധ്യാപിക PB ധന്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളായ NS സബിത, ലയ സിജോ എന്നിവർ പൊൻകുന്നം വർക്കിയുടെ കൃതികൾ അവതരിപ്പിച്ചു. ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, ഗ്രീഷ്മ അഖിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മുണ്ടൂർ 6-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. SSLC, CBSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് KG സതീശൻ, വാർഡ് അംഗം CO ഔസേപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അത്താണി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നതായി NK സുധീർ. BJPയിൽ ചേരുമെന്നും നേതാക്കളുമായി ചർച്ച നടത്തിയതായും സുധീർ. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും ഈ മാസം 17-ന് നടക്കും. 8 വർഷത്തിനു ശേഷമാണ് വടക്കുനാഥ ക്ഷേത്രത്തിൽ ഗജപൂജ സംഘടിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. ജൂണിൽ തൃശൂർ ജില്ലയിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ 6% കൂടുതൽ മഴ. എയ്യാലിലെ ലേബർ ക്യാമ്പിൽ യുവാക്കളുടെ പരാക്രമണം. തൊഴിലാളിക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയെയാണ് ആളുമാറി ആക്രമിച്ചത്. സംസ്ഥാനത്ത് തുടർച്ചയായ 2-ാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപ വർദ്ധിച്ച് 72,520 രൂപയായി. ഇന്നും ഇന്നലെയുമായി പവന് വർദ്ധിച്ചത് 1,200 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.